നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ മെസ്സേജസ് നിങ്ങൾക്കായിട്ട് 2 ഒറാക്കിൾ ഡെക്ക് തന്നെയാണ് കേട്ടോ. ഓൾറെഡി അത് വന്നു, ഞാൻ എടുക്കാതെ ബോട്ടം ഓഫ് ദി ഡെക്ക് അതവിടെ ഇരുന്നോട്ടെ. പേഴ്സണൽ മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. സമയമുണ്ട്, ഇനിയും എടുക്കാം, നോക്കട്ടെ. ഐ ഫീൽ ലോൺലി. അവർക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. ഐ ആം ദ മാൻ. നിങ്ങളുടെ ലൈഫിൽ അവർ മാത്രം മതി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കായിട്ട് പറഞ്ഞിട്ടുള്ള ആ വ്യക്തി അവരാണ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവർക്ക് അവരുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വേറെ ആരും നിങ്ങളുടെ ലൈഫിൽ വരുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ഐ കാൺ ടേക്ക് ഇറ്റ് എനി മോർ. ഓക്കെ, അവർക്ക് എന്താ പറയുക, ഈ ഫീലിങ്സ് സഹിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് അവർ നിൽക്കുന്നത് കേട്ടോ. ഐ എം ഒബ്സെസ്ഡ് വിത്ത് യു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ വേറെ ആരും വേണ്ട എന്നൊക്കെ പറയുന്നത്, തറപ്പിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഒബ്സെഷൻ്റെ ലെവലിൽ നിങ്ങളെ ഇഷ്ടമാണ് അവർക്ക് കേട്ടോ. ഈസ് ഇറ്റ് ഓവർ? നിങ്ങളവരെ വിട്ടു പോവുകയാണോ? ഒരു ഓവർ തിങ്കിങ് വരുന്നതാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സണ്. വൈ ഡു ഐ ഫീൽ സോ ലോസ്റ്റ്? അവർക്ക് എന്തോ വിഷമമുണ്ട്, എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണ്. അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് തന്നെ അവർക്കറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സണ് എന്തോ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളവരെ വിട്ടു പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയം അവരെ പിടികൂടിയിട്ട് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മെസ്സേജസ് കിട്ടുന്നത്. ഹോപ്പ് ഐ ഹാവൻറ്റ് ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ്. അതാണ് നിങ്ങളുടെ റിലേഷൻ അവസാനിച്ചു എന്ന് അവരൊരിക്കലും വിശ്വസിക്കുന്നില്ല കേട്ടോ. ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്ന. സ്നേഹം തന്ന് സ്നേഹം കൈവറ്റണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ബീൻ അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. നിങ്ങളിൽ നിന്നും വിട്ടു നിന്ന ആ സമയം അവർക്ക് അവരുടെ ഫീലിങ്സിനെ പറ്റി നല്ല ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്ന് അവർ പറയുകയാണ് കേട്ടോ. ഐ ഡോണ്ട് നോ ഇഫ് യു വിൽ എവർ ചേഞ്ച്. നിങ്ങളുടെ റിലേഷൻ എപ്പോഴെങ്കിലും ആ സ്റ്റാറ്റസ് മാറുമോ എന്ന് തന്നെ അവർക്കറിയില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ, അത് മാറേണ്ട ആവശ്യമില്ലല്ലോ. ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. നിങ്ങളുടെ ഭാഗം കൂടി അവർ മനസ്സിലാക്കുന്നു എന്ന് അവർ പറയുകയാണ് കേട്ടോ. ദ സ്ട്രെസ് ഫ്രം ദിസ് ഇസ് ഡ്രെയിനിങ് മീ. ഈ ഒരു സിറ്റുവേഷൻ കാരണം ഇവർ വല്ലാത്ത സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു ഇൻസെക്യൂരിറ്റി അവരെ പിടികൂടിയിട്ടുണ്ട്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. നിങ്ങളെപ്പോഴും തിരിച്ച് ഒന്നിച്ച് തന്നെ വന്നു ചേരും എന്ന് പറയുകയാണേ. ഐ എം അഫ്രൈഡ് ടു ലൂസ് യു. ഞാൻ പറഞ്ഞില്ലേ, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുകയാണ് കേട്ടോ. നിങ്ങളവരെ വിട്ടു പോകുമോ എന്നുള്ളൊരു ഭയം അവർക്ക് ഉണ്ട്. ഒരു കാർഡ്, വൈ ഈസ് ഇറ്റ് ദാറ്റ് യു ലവ് മീ. നിങ്ങളവരെ സ്നേഹിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഇതൊന്നും കൂടെ ഒന്ന് എടുത്തിട്ട് നിർത്താം. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. നിങ്ങളില്ലാത്തതുകൊണ്ട് അവരുടെ തന്നെ ഒരു ഭാഗം മിസ്സിങ് ആണ് എന്നവർക്ക് തോന്നുകയാണ് കേട്ടോ. അങ്ങനെയാണ് അവരുടെ ഫീലിംഗ്. ഓക്കെ.